ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പ്രധാനപ്പെട്ട വിയോഗങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപേ ഉള്ള 2 പാർട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ രാം നാരായൺ അഗർവാൾ. ആരാണ്? ഡോക്ടർ രാം നാരായൺ അഗർവാൾ. അപ്പം ഇദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് അഗ്നി മിസൈൽ എന്നാണ്. അപ്പം എന്താണ്? ഫാദർ ഓഫ് അഗ്നി മിസൈൽ എന്നാണ് ഡോക്ടർ രാം നാരായൺ അഗർവാളിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം ജനിക്കുന്നത് 1941 ജൂലൈ 24-നാണ്. അപ്പം എന്താണ്? 1941 ജൂലൈ 24-ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു വ്യാപാരി കുടുംബത്തിലാണ് ആര് ജനിക്കുന്നത്? ഡോക്ടർ രാം നാരായൺ അഗർവാൾ ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം 2024 ഓഗസ്റ്റ് 15-നാണ് 84-ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 84-ാമത്തെ വയസ്സിൽ 2024 ഓഗസ്റ്റ് 15-നാണ് ഇദ്ദേഹത്തിൻ്റെ മരണം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു എയ്റോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എന്താണ്? ഇദ്ദേഹം ഒരു എയ്റോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു. DRDO എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് DRDO എന്ന് പറയുന്നത്? അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് DRDOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് എന്തൊരു ഏജൻസിയാണ്? ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് DRDO എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏജൻസിയുടെ ഡയറക്ടർ ആയിരുന്നു ആര്? ഡോക്ടർ രാം നാരായൺ അഗർവാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ രാം നാരായൺ അഗർവാൾ എന്ന് പറയുന്നത് ഫാദർ ഓഫ് അഗ്നി മിസൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജനനം 1941 ജൂലൈ 24-ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു വ്യാപാരി കുടുംബത്തിലായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് 84-ാമത്തെ വയസ്സിൽ 2024 ഓഗസ്റ്റ് 15-നായിരുന്നു. അപ്പോൾ ഒരു എയ്റോസ്പേസ് എഞ്ചിനീയറായി ഇദ്ദേഹം DRDO എന്ന് പറയുന്ന, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന ഏജൻസിയുടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 1983-ൽ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് കീഴിൽ വികസിപ്പിച്ചെടുത്തത് 5 മിസൈൽസ് ആയിരുന്നു. അപ്പോൾ എന്താണ്? 1983-ൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. അതാണ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോഗ്രാമിന് കീഴിൽ വികസിപ്പിച്ചെടുത്തത് 5 മിസൈൽസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു അവ? ഒന്ന് പൃഥ്വി, ദെൻ ആകാശ്, പിന്നെ നാഗ്, ത്രിശൂൽ, അഗ്നി. ഏതൊക്കെയാണ്? പൃഥ്വി, ആകാശ്, നാഗ്, ത്രിശൂൽ, അഗ്നി. സോ ഇത്രയും 5 മിസൈൽസ് ആണ് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യ ഗവൺമെൻറ് 1983-ൽ വികസിപ്പിച്ചെടുത്ത 5 മിസൈൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 5 മിസൈൽസിൽ ആദ്യത്തെ ഏതാണ്? പൃഥ്വിയാണ്. അപ്പോൾ പൃഥ്വി എന്ന് പറയുന്ന ഒരു മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. പൃഥ്വി എന്ന് പറയുന്നത് ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ എന്താണ്? ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി എന്ന് പറയുന്നത്. അതുപോലെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി എന്ന് പറയുന്നത്. അപ്പം എന്താണ്? തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് ഏത്? പൃഥ്വി. അതുപോലെ 1993-ൽ ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി മാറിയ പൃഥ്വി 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? പൃഥ്വി 1, പൃഥ്വി 2 ആൻഡ് പൃഥ്വി 3 എന്ന് പറയുന്ന 3 പൃഥ്വി മിസൈൽസ് ആണ് ഈ ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് നാവികസേന ഉപയോഗിക്കുന്ന ധനുഷ് എന്ന് പറയുന്ന ഒരു മിസൈൽ. ഇപ്പം എന്താണ്? പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് നാവികസേന ഉപയോഗിക്കുന്ന ധനുഷ് എന്ന് പറയുന്ന ഒരു മിസൈൽ. അപ്പോൾ ഇതാണ് പൃഥ്വിയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്താണ് പൃഥ്വി മിസൈൽ എന്ന് പറയുന്നത്? ഇതൊരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. അതുപോലെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ്. അതുപോലെ 1993-ൽ ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി മാറിയ പൃഥ്വി മിസൈൽ 3 എണ്ണമാണുള്ളത്. പൃഥ്വി 1, 2, 3 എന്ന് പറയുന്ന 3 എണ്ണം. അതുപോലെ പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് നാവികസേന ഉപയോഗിക്കുന്ന ധനുഷ് എന്ന് പറയുന്ന ഒരു മിസൈൽ. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ആകാശ് എന്ന് പറയുന്നത്. അപ്പോൾ ആകാശിൻ്റെ പ്രത്യേകത എന്താണ്? ഇതും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഭൂതല വ്യോമ മിസൈലാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. അപ്പോൾ എന്താണ്? 30 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഭൂതല വ്യോമ മിസൈലാണ് എന്തെന്ന് പറയുന്നത്? ആകാശ് എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു മിസൈലാണ് നാഗ് മിസൈൽ. ഇപ്പോൾ എന്താണ്? നാഗ്. ഇതും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട ടാങ്ക് പ്രതിരോധ സ്വയം നിയന്ത്രിത മിസൈലാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട ടാങ്ക് പ്രതിരോധ സ്വയം നിയന്ത്രിത മിസൈലാണ് നാഗ് എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 4 കിലോമീറ്റർ ആണ് അതിൻ്റെ ആക്രമണ പരിധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 4 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ഇന്ത്യ വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട ടാങ്ക് പ്രതിരോധ സ്വയം നിയന്ത്രിത മിസൈലാണ് നാഗ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ആണ് ത്രിശൂൽ മിസൈൽ എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? താഴ്ന്നു പറക്കുന്ന ശത്രു വിമാനങ്ങളെയും കോപ്റ്ററുകളെയും ലക്ഷ്യം വെച്ച് ഇന്ത്യ നിർമ്മിച്ച ഭൂതല വ്യോമ മിസൈലാണ് എന്ത്?
എന്ത് തൃശൂലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തൃശൂലം എന്ന് വെച്ചാൽ എന്താണ്? തൃശൂലം എന്ന് പറയുന്നത് താഴ്ന്നു പറക്കുന്ന ശത്രു വിമാനങ്ങളെയും കോപ്റ്ററുകളെയും ലക്ഷ്യം വെച്ച് ഇന്ത്യ നിർമ്മിച്ച ഭൂതല വ്യോമ മിസൈലാണ് എന്ത് തൃശൂലം എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം ഒരു 9 കിലോമീറ്റർ വരെയാണ് ഇതിന് പരിധിയുള്ളത്. ഓക്കെ, അപ്പോൾ 2008 ഈ ഒരു പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തൃശൂലിൻ്റെ പ്രത്യേകത എന്താണ്? താഴ്ന്നു പറക്കുന്ന ശത്രു വിമാനങ്ങളെയും കോപ്റ്ററുകളെയും ലക്ഷ്യം വെച്ച് ഇന്ത്യ നിർമ്മിച്ച ഭൂതല വ്യോമ മിസൈലാണ്. 9 കിലോമീറ്റർ വരെയാണ് ഇതിന് പരിധിയുള്ളത്. 2008 ഈ ഒരു പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തു. സോ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് അഗ്നി മിസൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മധ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് അഗ്നി മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഗ്നി മിസൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടൈപ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഗ്രൂപ്പാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മധ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് അഗ്നി മിസൈൽ എന്ന് പറയുന്നത്. അതുപോലെ ദീർഘദൂര ആണവായുധങ്ങൾക്ക് ശേഷിയുള്ള ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ, അതായത് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് എന്തെന്ന് പറയുന്നത് അഗ്നി മിസൈൽ എന്ന് പറയുന്നത്. അതുപോലെ അഗ്നി മിസൈൽ കുടുംബത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മിസൈൽസ് ഏതൊക്കെയാണ്? അഗ്നി 1 ഉണ്ട്, അതുപോലെ അഗ്നി P ഉണ്ട്, പിന്നെ അഗ്നി 2, 3, 4, 5, 6 അങ്ങനെ ഇത്രയും തരത്തിലുള്ള അഗ്നി മിസൈൽസുകളാണ് ഉള്ളത്. അപ്പോൾ അഗ്നി മിസൈലിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മധ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ദീർഘദൂര ആണവായുധങ്ങൾക്ക് ശേഷിയുള്ള ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ്. അഗ്നി മിസൈൽ കുടുംബത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മിസൈൽസ് ഏതൊക്കെയാണ്? അഗ്നി 1, അഗ്നി P, അഗ്നി 2, 3, 4, 5 and 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു മിസൈൽസിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഈ ഒരു മിസൈൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മിസൈൽസിൻ്റെ ഒരു ഫാമിലി, ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ. സോ ഈ അഗ്നി മിസൈൽ പദ്ധതി ആരംഭിച്ചത് മുതൽ 2005 ഇദ്ദേഹം വിരമിക്കുന്നത് വരെ അഗ്നി മിസൈലിൻ്റെ പ്രോഗ്രാം ഡയറക്ടറും ആര് തന്നെയായിരുന്നു? ഡോക്ടർ രാം നാരായൺ അഗർവാളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അഗ്നി മിസൈൽ പദ്ധതി ആരംഭിച്ചത് മുതൽ 2005 ഇദ്ദേഹം വിരമിക്കുന്നത് വരെ അഗ്നി മിസൈലിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ രാം നാരായൺ അഗർവാൾ ആയിരുന്നു. അപ്പോൾ അതായത് അഗ്നി മിസൈലിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഡയറക്ടറും ആര് തന്നെയാണ്? ഈ ഡോക്ടർ രാം നാരായൺ അഗർവാളാണ്. നമുക്കിതിന്ന് മനസ്സിലാക്കാം അല്ലേ. 5000 കിലോമീറ്റർ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള അഗ്നി 5 വിജയകരമായി വിക്ഷേപിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഗ്നി കുടുംബത്തിൽ തന്നെ വരുന്ന ഒരു മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഈ അഗ്നി 5ൻ്റെ പ്രത്യേകത എന്താണ്? 5000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിജയകരമായി വിക്ഷേപിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഡോക്ടർ രാം നാരായൺ അഗർവാളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അഗ്നി മിസൈലിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഡയറക്ടർ എന്ന നിലയിലും തന്ത്രപരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ മാനിച്ച് അഗ്നിമാൻ എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അഗ്നി മിസൈൽസിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഡയറക്ടർ എന്ന നിലയിലും തന്ത്രപരമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ മാനിച്ച് അഗ്നിമാൻ എന്ന് നമ്മൾ ആരെ വിശേഷിപ്പിക്കുന്നുണ്ട്? ഡോക്ടർ രാം നാരായൺ അഗർവാളിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ 1989 മെയ്യിൽ, ഇപ്പോൾ എന്താണ് 1989 മെയ്യിൽ ടെക്നോളജി ഡിമോൺസ്ട്രേറ്റർ മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും, ഏത് മിസൈലാണ്? ടെക്നോളജി ഡിമോൺസ്ട്രേറ്റർ മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും അഗ്നി മിസൈലിൻ്റെ പല പതിപ്പുകൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിക്കപ്പെടുകയും ഇന്ത്യയുടെ പ്രതിരോധ ആയുധ ശേഖരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ കുറേ അഗ്നി മിസൈൽസിൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞില്ലേ. സോ ഇതെല്ലാം ആരുടെ നേതൃത്വത്തിൽ വന്നെയാണ്? ഡോക്ടർ രാം നാരായൺ അഗർവാളിൻ്റെ നേതൃത്വത്തിൽ വന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 1990 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് 1990 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2000 പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഡോക്ടർ രാം നാരായൺ അഗർവാളിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് കമല പൂജാരി. ആരാണ്? കമല പൂജാരി. അപ്പോൾ കമല പൂജാരി എന്ന് പറയുന്നത് ഒഡീഷയിലെ കൊരാപുട്ടിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ട്രൈബൽ ഫാർമറാണ്. അപ്പോൾ എന്താണ്? ഒഡീഷയിലെ കൊരാപുട്ടിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ട്രൈബൽ ഫാർമറാണ് കമല പൂജാരി എന്ന് പറയുന്നത്. ഇവർ ജനിക്കുന്ന എന്നാണ്? 1949 ചിലതിൽ 1950 എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് ഈ രണ്ട് ഡേറ്റും ഓർത്തിരിക്കാം. അപ്പോൾ എന്താണ് 1949 കമല പൂജാരി ജനിക്കുന്നത്. ഒഡീഷയിലെ കൊരാപുട്ടിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ട്രൈബൽ ഫാർമറാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മരണം എന്നാണ് സംഭവിച്ചത്? 2024 ജൂലൈ 20 ഹൃദയാഘാതത്തെ തുടർന്ന് 74-ാമത്തെ വയസ്സിൽ കട്ടക്കിലെ ഹോസ്പിറ്റലിലാണ് മരണമടയുന്നത്. അപ്പോൾ എന്താണ് 74-ാമത്തെ വയസ്സിൽ കട്ടക്കിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരണമടയുന്നത്. എന്നാണ് ഡേറ്റ്? 2024 ജൂലൈ 20 സോ കമല പൂജാരി ഒഡീഷയിലെ കൊരാപുട്ടിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ട്രൈബൽ ഫാർമറാണ്. സോ ഇവരെങ്ങനെയാണ് പ്രസിദ്ധമായതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഓർഗാനിക് ഫാമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, അതായത് ജൈവ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കമല പൂജാരി പരമ്പരാഗത കൃഷിരീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ജയ്പൂരിലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് അടിസ്ഥാന സാങ്കേതിക വിദ്യകൾ പഠിക്കുകയും ജൈവകൃഷി മേഖലയിൽ ധാരാളം സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കമല പൂജാരി പരമ്പരാഗത കൃഷിരീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ജയ്പൂരിലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് അടിസ്ഥാന
സാങ്കേതിക വിദ്യകൾ പഠിക്കുകയും ജൈവകൃഷി മേഖലയിൽ ധാരാളം സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പ്രാദേശിക നെൽപ്പാടങ്ങളൊക്കെ സംരക്ഷിച്ച് ഇവരെന്ത് ചെയ്തു? തൻ്റെ ജീവിതകാലത്ത് നൂറുകണക്കിന് തദ്ദേശീയ നെല്ലിനങ്ങൾ സംരക്ഷിക്കുകയും നൂറുകണക്കിന് തദ്ദേശീയ നെല്ലിനങ്ങൾ സംരക്ഷിക്കുകയും ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ ജനങ്ങളെ സംഘടിപ്പിക്കുകയും രാസവളങ്ങൾ ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പ്രാദേശിക നെൽപ്പാടങ്ങൾ സംരക്ഷിച്ച് ഇവർ എന്ത് ചെയ്തു? തൻ്റെ ജീവിതകാലത്ത് നൂറുകണക്കിന് തദ്ദേശീയ നെല്ലിനങ്ങൾ സംരക്ഷിക്കുകയും ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ ജനങ്ങളെ സംഘടിപ്പിക്കുകയും രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ തൻ്റെ ഈ ലക്ഷ്യത്തിൽ തന്നോടൊപ്പം ഒത്തുചേരാൻ അവർ നിരവധി ആളുകളെ വിളിച്ചുകൂട്ടുകയും പിന്നെ ഗ്രാമങ്ങൾ തോറും വീടുകൾ തോറും കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ട് പത്രപുട്ട് ഗ്രാമത്തിലെയും, അതായത് ഇവർ താമസിച്ചിരുന്ന പത്രപുട്ട് ഗ്രാമത്തിലെയും അയൽഗ്രാമങ്ങളിലെയും കർഷകർ രാസവളങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു. സോ ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനം എന്ത് ചെയ്തു? ഇങ്ങനെ ഫലം കാണുകയും ചെയ്തു. സോ കമല പൂജാരിയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണോ കമല പൂജാരി മെയിനായിട്ടും ചെയ്തത്? ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ രാസവളത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. എന്നിട്ട് തൻ്റെ ഗ്രാമത്തിലും അയൽ ഗ്രാമങ്ങളിലും എന്ത് ചെയ്തു? രാസവളം പൂർണ്ണമായും ഒഴിവാക്കി ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും കമല ഇന്നുവരെ 100 തരത്തിലുള്ള നെല്ലിനങ്ങൾ സംരക്ഷിക്കുകയും കൂടാതെ മഞ്ഞൾ, തിലി, കരിഞ്ജീരകം, പിന്നെ ഫൂല തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്നതുമായ അപൂർവ വിത്തിനങ്ങളുടെ ഒരു ശേഖരം തന്നെ ആർക്കുണ്ടായിരുന്നു? കമല പൂജാരിക്കുണ്ടായിരുന്നു. അപ്പം അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് പോലും എന്ത് ചെയ്തു? 100 തരത്തിലുള്ള നെല്ലിനങ്ങൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്നതുമായ അപൂർവമായ വിത്തിനങ്ങളുടെ ഒരു ശേഖരവും ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കമല പൂജാരിക്കുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള പ്രശംസനീയമായ പ്രവർത്തികൾ മൂലം കമല പൂജാരിക്ക് നിരവധി അവാർഡ്സുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2017 ഒഡീഷയിലെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, അതായത് OUAT എന്ന് പറയും. അപ്പോൾ 2017 ഒഡീഷയിലെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയിലെ പുതുതായി നിർമ്മിച്ച വുമൻസ് ഹോസ്റ്റലിന് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നവീൻ പട്നായിക് കമല പൂജാരിയുടെ പേരാണ് നിർദ്ദേശിച്ചിരുന്നത്. അപ്പം കമല പൂജാരിയുടെ പേരാണ് വുമൻസ് ഹോസ്റ്റലിന് നൽകിയിരുന്നത്. അതുപോലെ 2002 ജോഹാനസ്ബർഗിലെ ഇക്വേറ്റർ ഓഫ് ഇനിഷ്യേറ്റീവ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം 2002 ജോഹാനസ്ബർഗിലെ ഇക്വേറ്റർ ഓഫ് ഇനിഷ്യേറ്റീവ് അവാർഡും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? കമല പൂജാരിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2004 ബെസ്റ്റ് വുമൺ ഫാർമറായിട്ട് ഒഡീഷ ഗവൺമെൻറ് ആദരിച്ചിട്ടുണ്ട്. അപ്പം 2004 ബെസ്റ്റ് വുമൺ ഫാർമറായിട്ട് ഒഡീഷ ഗവൺമെൻറ് കമല പൂജാരിയെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി ബിസാരദ സമ്മാൻ എന്ന നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പം കൃഷി ബിസാരദ സമ്മാൻ എന്ന നാഷണൽ അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ കമല പൂജാരിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒഡീഷ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ അംഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ആദിവാസി വനിത എന്ന ബഹുമതിയും ആർക്കാണുള്ളത്? കമല പൂജാരിക്കാണ്. അപ്പോൾ ഒഡീഷ സംസ്ഥാന ആസൂത്രണ ബോർഡിലെ അംഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ആദിവാസി വനിത എന്ന ബഹുമതിയും ആർക്കുണ്ട്? കമല പൂജാരിക്കുണ്ട്. ഒപ്പം 2018 മാർച്ചിലെ ഹ്രസ്വകാല ദീർഘകാല നയമാർഗ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംസ്ഥാനത്തിനായി ഒരു പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്ന 5 അംഗ സംഘത്തിലെ അംഗമായിരുന്നു ആര്? കമല പൂജാരി. ഇപ്പം 2018 മാർച്ചിലെ ഹ്രസ്വകാല ദീർഘകാല നയമാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംസ്ഥാനത്തിനായി ഒരു പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിനും 5 അംഗ സംഘത്തിൽ ഒരു അംഗമായിരുന്നു ആര്? കമല പൂജാരി. ഒപ്പം ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2022 ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മശ്രീയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? കമല പൂജാരിക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് കമല പൂജാരി പറ്റിയിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് ചെറുകുറി രാമോജി റാവു. എന്താണ് ചെറുകുറി രാമോജി റാവു? ഇതിൽ രാമോജി റാവു എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. എങ്ങനെയാണ്? രാമോജി റാവു ഫിലിം സിറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഹൈദരാബാദിലെ രാമോജി റാവു എന്ന് പറഞ്ഞ ഫിലിം സിറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ രാമോജി റാവു ഫിലിം സിറ്റിയുടെ ഓണറാണ് ആരെന്ന് പറയുന്നത്? ചെറുകുറി രാമോജി റാവു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് 1936 നവംബർ 16 അപ്പോൾ 1936 നവംബർ 16 മദ്രാസിലെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ പേറ്റാപരുഡിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ മദ്രാസിലെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ പേറ്റാപരുഡിയിലാണ് ആര് ജനിക്കുന്നത്? ചെറുകുറി രാമോജി റാവു 1936 നവംബർ 16 ജനിക്കുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് ഈ 2024 ജൂൺ 8 ഇപ്പോൾ 2024 ജൂൺ 8 ചെറുകുറി രാമോജി റാവു അന്തരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ റാമോജി ഫിലിം സിറ്റിയുടെ തലവനായിരുന്നു ആര്? ചെറുകുറി രാമോജി റാവു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ റാമോജി ഫിലിം സിറ്റിയുടെ തലവനായിരുന്നു ചെറുകുറി രാമോജി റാവു. അപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യൻ ബിസിനസ്മാനാണ്, മീഡിയ പ്രൊപ്പറേറ്ററാണ്, ഫിലിം പ്രൊഡ്യൂസറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യൻ ബിസിനസ്മാനും മീഡിയ പ്രൊപ്പറേറ്ററും ഫിലിം പ്രൊഡ്യൂസറായിട്ടൊക്കെ ആര് വർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ചെറുകുറി രാമോജി റാവു വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കുറേ സ്ഥാപനങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകും. ഇതെല്ലാം കൂടി രാമോജി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാണ് മർഗദാസി ചിറ്റ് ഫണ്ട്, ഒരു ചിട്ടി ഫണ്ടാണത്. മർഗദാസി ചിറ്റ് ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈനാട് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഓണറാണ്. അപ്പോൾ ഈനാട് ന്യൂസ് പേപ്പറിൻ്റെ ഓണറാണ്. അതുപോലെ
അതുപോലെ ETV നെറ്റ്വർക്ക്, ദെൻ രമാദേവി പബ്ലിക് സ്കൂൾ. ഇതിൽ രമാദേവി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് രമാദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് സ്കൂളും ആർക്കുണ്ട്? നമ്മുടെ ചെറുകുറി രാമോജി റാവുവിനുണ്ട്. അതുപോലെ പ്രിയ ഫുഡ്സ്, പിന്നെ കലഞ്ചലി, ഉഷ കിരൺ മൂവീസ്, പിന്നെ രാമോജി ഫിലിം സിറ്റി, ഹൈദരാബാദിലുള്ള രാമോജി ഫിലിം സിറ്റി. സോ ഇതെല്ലാം രാമോജി ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ഓണർ ആര് തന്നെയായിരുന്നു? ചെറുകുറി രാമോജി റാവു ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദ്. അപ്പം എന്താണ്? ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദ് ആണ് നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റി. അപ്പോൾ ഇദ്ദേഹം ഒരു ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്ററും ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്താണ്? ഒരു ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്ററും ക്യാപ്റ്റനുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമെന്നാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമെന്നാണ് ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദിനെ പൊതുവെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം 1928 ഒക്ടോബർ 27 വഡോദരയിലായിരുന്നു. അപ്പോൾ എന്താണ്? 1928 ഒക്ടോബർ 27 വഡോദരയിലാണ് ആര് ജനിച്ചത്? ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്താണ്? പ്രായാധിക്യ സഹജമായിട്ടുള്ള അസുഖം മൂലമാണ്. ഇദ്ദേഹത്തിന് 95-ാമത്തെ വയസ്സിൽ 2024 ഫെബ്രുവരി 13 ഇദ്ദേഹം മരണമടയുന്നത്. അപ്പം എന്താണ്? ഇദ്ദേഹത്തിന് 95-ാമത്തെ വയസ്സിൽ 2024 ഫെബ്രുവരി 13 ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദ് അന്തരിക്കുന്നത്. ഓക്കെ, അതുപോലെ 1959 ഇപ്പം എന്താണ്? 1959 വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ളത് ആരാണ്? ഈ ദത്താജി റാവു ആണ്. അപ്പം എന്താണ്? 1959 വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് ആര്? ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദ് എന്ന് പറയുന്നത്. കൂടാതെ 9 വർഷത്തോളം രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ ബറോഡയും നയിച്ചിട്ടുണ്ട്. 9 വർഷത്തോളം രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ ബറോഡയെ നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത ഇദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി അടക്കം 350 റൺസാണ് നേടിയിട്ടുള്ളത്. അപ്പം എന്താണ്? 11 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത ഇദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി അടക്കം 350 റൺസ് നേടിയിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പുത്രനാണ് പിൽക്കാലത്ത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച അൻഷുമാൻ ഗെയ്ക്വാദ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പുത്രനാണ് പിൽക്കാലത്ത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച അൻഷുമാൻ ഗെയ്ക്വാദ്. സോ ഈ ഒരു പേഴ്സണാലിറ്റി ഏതാണ്? ദത്താജി റാവു കൃഷ്ണറാവു ഗെയ്ക്വാദ് ആണ്. ഇദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമെന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്ററും ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. സോ ഇദ്ദേഹം ജനിക്കുന്നത് 1928 ഒക്ടോബർ 27 വഡോദരയിലും ഇദ്ദേഹത്തിൻ്റെ 95-ാമത്തെ വയസ്സിൽ 2024 ഫെബ്രുവരി 13 ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് അജിത് സിംഗ് ഗിൽ. ആരാണ്? അജിത് സിംഗ് ഗിൽ. സോ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് സിംഗപ്പൂർ ഫീൽഡ് ഹോക്കി പ്ലെയർ എന്നാണ്. അപ്പോൾ എന്താണ്? സിംഗപ്പൂർ ഫീൽഡ് ഒരു ഹോക്കി പ്ലെയർ ആയിരുന്നു ആര്? അജിത് സിംഗ് ഗിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം 1928 മാർച്ച് 21 അപ്പോൾ എന്താണ്? 1928 മാർച്ച് 21 ആര് ജനിക്കുന്നത്? അജിത് സിംഗ് ഗിൽ ജനിക്കുന്നത്. ക്വാലാലംപൂരിൽ 10 സഹോദരങ്ങളിൽ മൂത്തയാളായിട്ടായിരുന്നു ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ എന്താണ്? ക്വാലാലംപൂരിൽ 10 സഹോദരങ്ങളിൽ മൂത്തയാളായിട്ടായിരുന്നു ആര് ജനിക്കുന്നത്? അജിത് സിംഗ് ഗിൽ ജനിക്കുന്നത്. അപ്പോൾ ശേഷം 1953 ഇദ്ദേഹം സിംഗപ്പൂരിലേക്ക് താമസം മാറുന്നത്. എന്നാണ്? 1953 ഇദ്ദേഹം സിംഗപ്പൂരിലേക്ക് താമസം മാറുന്നത്. സോ അജിത് സിംഗ് ഗിലിനെ അറിയപ്പെടുന്ന എന്താണ്? സിംഗപ്പൂർ ഫീൽഡ് ഹോക്കി പ്ലെയർ ആണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജനനം 1928 മാർച്ച് 21 അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ 95-ാമത്തെ വയസ്സിൽ 2024 ജനുവരി 16 അപ്പോൾ എന്താണ്? 2024 ജനുവരി 16 95-ാമത്തെ വയസ്സിൽ അജിത് സിംഗ് ഗിൽ മരിക്കുന്നത്. ഓക്കെ, അതുപോലെ 1956 സമ്മർ ഒളിമ്പിക്സിൽ പുരുഷ ടൂർണമെൻറ്റിൽ ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 1956 സമ്മർ ഒളിമ്പിക്സിൽ പുരുഷ ടൂർണമെൻറ്റിൽ ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. 1948 ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1956 കാര്യമാണ്. അപ്പോൾ 1948 ഹോക്കിയിൽ ഇദ്ദേഹം കരിയർ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയത് എന്നാണ്? 1948 ഹോക്കിയിലാണ് ഇദ്ദേഹം തൻ്റെ കരിയർ തുടങ്ങിയത്. ശേഷം 1960കളിൽ ഇദ്ദേഹം ക്രിക്കറ്റിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഏതിലേക്കാണ്? ക്രിക്കറ്റിലേക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയത് ഹോക്കിയിലും പിന്നീട് 1960കളിൽ ഇദ്ദേഹം ക്രിക്കറ്റിലേക്ക് മാറുകയാണ് ഉണ്ടായത്. സോ എളുപ്പത്തിൽ 4ഉം 6ഉം ഒക്കെ അടിക്കുന്നതിലൂടെ ബിഗ് ഹിറ്റിംഗ് സിക്ക് എന്ന വിളിപ്പേരും ഇദ്ദേഹം സ്വന്തമാക്കി. ഇദ്ദേഹത്തിൻ്റെ വിളിപ്പേര് എന്താണ്? ബിഗ് ഹിറ്റിംഗ് സിക്ക്. അപ്പോൾ ബിഗ് ഹിറ്റിംഗ് സിക്ക് എന്ന വിളിപ്പേര് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ അജിത് സിംഗ് ഗില്ലിന് ഉണ്ടായിരുന്നു. സോ 1948 ഹോക്കിയിൽ കരിയർ തുടങ്ങിയ ശേഷം 1960 അദ്ദേഹം എങ്ങോട്ടേക്ക് മാറി? ക്രിക്കറ്റിലേക്ക് മാറി. ശേഷം അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ 4ഉം 6ഉം ഒക്കെ അടിക്കുന്നതിലൂടെ ബിഗ് ഹിറ്റിംഗ് എന്ന വിളിപ്പേരും ഇദ്ദേഹം സ്വന്തമാക്കി.
അതുപോലെ 1985 ക്രിക്കറ്റ് ഹോക്കി പരിശീലക സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഇദ്ദേഹം 1990 ഏഷ്യൻ സീനിയർ അമച്വർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ 1985 ക്രിക്കറ്റ് അതുപോലെ ഹോക്കി പരിശീലക സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഇദ്ദേഹം 1990 ഏഷ്യൻ സീനിയർ അമച്വർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുണ്ട്. തുടർന്ന് 26 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മണ്ണിൽ തന്നെ 500 മീറ്റർ റേസ് വാക്കിൽ 500 മീറ്റർ റേസ് വാക്കിൽ ഏഷ്യ മാസ്റ്റർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹം ഗോൾഡ് മെഡലും സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അജിത് സിംഗ് ഗില്ലിന്റെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം ഒരു സിംഗപ്പൂർ ഫീൽഡ് ഹോക്കി പ്ലെയർ ആണ്. അപ്പോൾ ഹോക്കിയിൽ ഇദ്ദേഹം കരിയർ തുടങ്ങിയതിന് ശേഷം പിന്നീട് ക്രിക്കറ്റിലേക്ക് മാറുകയാണ് ഉണ്ടായത്. സോ ക്രിക്കറ്റിൽ വന്നതിന് ശേഷം ഇദ്ദേഹം വളരെ ഈസി ആയിട്ട് 4, 6 ഒക്കെ അടിക്കുന്നതിലൂടെ ബിഗ് ഹിറ്റിംഗ് സിക്ക് എന്ന വിളിപ്പേരും ഇദ്ദേഹം സ്വന്തമാക്കി. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണം എന്നാണ് 95-ാമത്തെ വയസ്സിൽ 2024 ജനുവരി 16-നാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. മറ്റൊരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ നിത്യ ആനന്ദ്. ആരാണ് ഡോക്ടർ നിത്യ ആനന്ദ്? സോ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള സഹേലി കണ്ടുപിടിച്ചത് ആരാണ്? ഡോക്ടർ നിത്യ ആനന്ദാണ്. അപ്പോൾ ഡോക്ടർ നിത്യ ആനന്ദാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള സഹേലി കണ്ടുപിടിക്കുന്നത്. സോ ഇദ്ദേഹം ജനിക്കുന്നത് 1925 ജനുവരി 1-നാണ്. അപ്പോൾ 1925 ജനുവരി 1-ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലായിട്ടാണ് ഡോക്ടർ നിത്യ ആനന്ദ് ജനിക്കുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ മരണം 2024 ജനുവരി 27-നുമാണ്. 2024 ജനുവരി 27-നാണ് ഡോക്ടർ നിത്യ ആനന്ദ് മരണമടയുന്നത്. സോ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ മെഡിസിനൽ കെമിസ്റ്റാണ്. ഇപ്പം അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ മെഡിസിനൽ കെമിസ്റ്റ്. സോ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള സഹേലി കണ്ടുപിടിക്കുന്നത് ആരാണ്? ഡോക്ടർ നിത്യ ആനന്ദാണ്. 1951 ലക്നൌവിൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഡിസിനൽ കെമിസ്ട്രി വിഭാഗത്തിൽ ജോലി ചെയ്താണ് ഇദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. ശേഷം ഇദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡയറക്ടർ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1951 ലക്നൌവിൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഡിസിനൽ കെമിസ്ട്രി വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. ശേഷം ഇദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പദവി അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ 2005 ഇദ്ദേഹത്തെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ IPC എന്ത് ചെയ്തിട്ടുണ്ട്? സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ഒരു ചെയർമാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ആരെ നിയമിച്ചിട്ടുണ്ട്? നമ്മുടെ ഡോക്ടർ നിത്യ ആനന്ദിനെ നിയമിച്ചിട്ടുണ്ട്. ഏകദേശം 400ഓളം റിസർച്ച് പേപ്പേഴ്സ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 400ഓളം റിസർച്ച് പേപ്പേഴ്സ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 130 പേറ്റൻസും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ എത്രയാണ്? 400ഓളം റിസർച്ച് പേപ്പറുകളും അതുപോലെ തന്നെ 130ഓളം പേറ്റൻറ്റുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2012 ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡും നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 2012 ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സോ ഡോക്ടർ നിത്യ ആനന്ദ് ഇദ്ദേഹം ഒരു ഇന്ത്യൻ മെഡിസിനൽ കെമിസ്റ്റ് ആണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ടുള്ള ഒരു സഹേലി എന്ന് പറഞ്ഞ മെഡിസിൻ കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ നിത്യ ആനന്ദാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. സോ ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുപോലെ 1932 സെപ്റ്റംബർ 26-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1932 സെപ്റ്റംബർ 26-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന് മുന്നേ ഗയ എന്ന പഞ്ചാബിലെ ഒരു പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ ആ ഒരു പ്രദേശം പാകിസ്ഥാനിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം എന്ത് ചെയ്തു? ഗുർമുഖിൻ്റെ കുടുംബം അമൃത് കൗറിലേക്ക് കുടിയേറുകയും ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചതും എവിടെ തന്നെയാണ്? അമൃത് കൗറിലാണ്. വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയതിനാൽ അച്ഛനായിരുന്നു ഇദ്ദേഹത്തിനെ വളർത്തിയത്. പഠനത്തിൽ മിടുക്കനായതിനാൽ സ്കോളർഷിപ്പ് നേടിയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് ഗുർമുഖ് സിംഗ്, അതുപോലെ മാതാവാണ് അമൃത് കൗർ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഗുർശരൺ കൗർ. ഗുർശരൺ കൗർ. അപ്പം നമ്മൾ പറഞ്ഞു 13ാമത്തെയും 14ാമത്തെയും പ്രൈം മിനിസ്റ്ററായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആദ്യത്തെ സിഖ് പ്രൈം മിനിസ്റ്ററും അതുപോലെ ആദ്യത്തെ നോൺ ഹിന്ദു പ്രൈം മിനിസ്റ്ററും ആര് തന്നെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. എക്കണോമിസ്റ്റ് കൂടിയായി ഇദ്ദേഹം അന്തരിക്കുന്നത് 2024 ഡിസംബർ 26-നാണ്. അപ്പോൾ 2024 ഡിസംബർ 26-നാണ് എക്കണോമിസ്റ്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിക്കുന്നത്. റിസർവ് ബാങ്ക് ഗവർണറായിട്ടും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ IMF അതായത് അന്താരാഷ്ട്ര നാണയനിധിയിൽ അംഗമെന്ന നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ഡോക്ടർ
മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും PV നരസിംഹറാവു ആണ് മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആരാണ്? PV നരസിംഹറാവു ആണ് മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ധനമന്ത്രി പദത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ മാറ്റുന്ന പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ധനമന്ത്രി പദത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ മാറ്റുന്ന പല പരിഷ്കാരങ്ങളും ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുപോലെ 2010 ടൈം മാഗസിൻ്റെ സർവേയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായി ആരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്? ഡോക്ടർ മൻമോഹൻ സിംഗിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാണ് 2010 ടൈം മാഗസിൻ്റെ സർവേയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായിട്ടും ആരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്? ഡോക്ടർ മൻമോഹൻ സിംഗിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചൈനയിലെ നേതാവായിരുന്ന ഡെൻ സിയാവോ പിങ്ങിനോട് കേന്ദ്രമന്ത്രിയായിരുന്ന P. ചിദംബരം മൻമോഹൻ സിംഗിനെ ഉപമിച്ചിട്ടുണ്ട്. അപ്പം എന്നാണ് ചൈനയിലെ നേതാവായിരുന്ന ഡെൻ സിയാവോ പിങ്ങിനോട് കേന്ദ്രമന്ത്രിയായിരുന്ന P. ചിദംബരം മൻമോഹൻ സിംഗിനെ ഉപമിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ആര്? നമ്മുടെ മൻമോഹൻ സിംഗ്. അപ്പം എന്നാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിനേക്കാളും മികച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം എന്ന് ഖുശ്വന്ത് സിംഗ് എന്ന എഴുത്തുകാരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്നാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിനേക്കാളും മികച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം എന്ന് ഖുശ്വന്ത് സിംഗ് എന്ന എഴുത്തുകാരനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയെ കണ്ടെത്താൻ ഫോബ്സ് മാസിക 2010 നടത്തിയ തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിന് 18ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയെ കണ്ടെത്താൻ ഫോബ്സ് മാസിക 2010 നടത്തിയ തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിന് 18ാം സ്ഥാനമായിരുന്നു. അതുപോലെ 2008 നവംബറിൽ മുംബൈ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന പ്രത്യേക അന്വേഷണ വിഭാഗത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് 2008 നവംബർ മുംബൈ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന പ്രത്യേക അന്വേഷണ വിഭാഗത്തെയും ആര് രൂപീകരിച്ചിട്ടുണ്ട്? ഡോക്ടർ മൻമോഹൻ സിംഗ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ എണ്ണം കുറയ്ക്കാനും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ എന്താണ്? ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ എണ്ണം കുറയ്ക്കാൻ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ മറ്റൊരു വിപ്ലവകരമായ നിയമനിർമ്മാണമായിരുന്നു 2005 വിവരാവകാശ നിയമം. അപ്പം എന്താണ്? മറ്റൊരു വിപ്ലവകരമായ നിയമനിർമ്മാണമായിരുന്നു 2005 വിവരാവകാശ നിയമം. ഇതുമൂലം ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്കും അവകാശം നൽകുന്നു. എന്താണ്? ഇതുമൂലം ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്കും എന്താണ് ഈ 2005 വിവരാവകാശ നിയമം വഴി അവകാശം നൽകുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏതുവഴിയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെ. അപ്പം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ശരാശരി 7.7% വളർച്ച കൈവരിച്ചു 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ. അപ്പം എന്നാണ് 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ശരാശരി 7.7% വളർച്ച കൈവരിച്ചതും ആരുടെ നേതൃത്വത്തിലാണ്? മൻമോഹൻ സിംഗിൻ്റെ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബോളിവുഡ് ചിത്രമുണ്ട് 2019 പുറത്തിറങ്ങിയ ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ഒരു ചിത്രം 2019 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? വിജയ് ഗുട്ടയാണ്. വിജയ് ഗുട്ടെ ഡയറക്ടറും മായങ്ക് തിവേരി സ്ക്രീൻ പ്ലേയും ചെയ്ത ഈ ചിത്രത്തിൽ അനുപം ഖേർ ആയിരുന്നു മുഖ്യ നായകനായിട്ട്. അനുപം ഖേർ ആയിരുന്നു മെയിൻ റോള് കൈകാര്യം ചെയ്തിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട യുദ്ധങ്ങൾ എന്ന വീഡിയോ നമ്മൾ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തു. അതിൽ നമ്മൾ മുംബൈ ഭീകരാക്രമണത്തെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വേണ്ടുന്നവർക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഒരു പേഴ്സണാലിറ്റിയാണ് കവിയൂർ പൊന്നമ്മ. അപ്പോൾ കവിയൂർ പൊന്നമ്മയെ നമുക്കറിയാം മലയാള സിനിമാ രംഗത്തെ ഒരു പ്രമുഖ നടിയായിരുന്നു അല്ലേ. അപ്പം എന്താണ്? മലയാള സിനിമാ രംഗത്തെ ഒരു പ്രമുഖ നടിയായിരുന്നു ആര്? കവിയൂർ പൊന്നമ്മ. ഇവർ ജനിക്കുന്നത് 1945 സെപ്റ്റംബർ 10-നാണ്. അപ്പോൾ 1945 സെപ്റ്റംബർ 10-നാണ് ജനനം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ കവിയൂർ ഗ്രാമത്തിലാണ് കവിയൂർ പൊന്നമ്മ ജനിക്കുന്നത്. അപ്പം എന്താണ്? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ കവിയൂർ ഗ്രാമത്തിലാണ് 1945 സെപ്റ്റംബർ 10-ന് കവിയൂർ പൊന്നമ്മ ജനിക്കുന്നത്. ഓക്കെ, 2024
സെപ്റ്റംബർ 20-നാണ് കവിയൂർ പൊന്നമ്മ അന്തരിക്കുന്നത്. 2024 സെപ്റ്റംബർ 20-നാണ് കവിയൂർ പൊന്നമ്മ അന്തരിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന താരവും ആര് തന്നെയാണ്? കവിയൂർ പൊന്നമ്മയാണ്. മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന താരവും ആര് തന്നെയാണ്? കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മയുടെ പിതാവാണ് പി ദാമോദരൻ, മാതാവ് ഗൗരിയമ്മയാണ്. അതുപോലെ ഭർത്താവ് സിനിമാ നിർമ്മാതാവ് കൂടിയായ മണിസ്വാമിയാണ്. ഭർത്താവ് സിനിമാ നിർമ്മാതാവായ മണിസ്വാമിയാണ്. പിതാവ് പി ദാമോദരനും മാതാവ് ഗൗരിയമ്മയുമാണ്. അപ്പോൾ 2004 അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുകയാണ് പൊന്നമ്മയുടെ സഹോദരി. 2004 അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുകയാണ് പൊന്നമ്മയുടെ സഹോദരി. തൻ്റെ 14-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് കവിയൂർ പൊന്നമ്മ കലാരംഗത്തെത്തുന്നത്. അപ്പം എന്താണ്, 14-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് കവിയൂർ പൊന്നമ്മ കലാരംഗത്തെത്തുന്നത്. കവിയൂർ പൊന്നമ്മ ആലപിച്ച ചില പ്രശസ്ത നാടക ഗാനങ്ങളാണ് പൂക്കാര പൂത്തരുമോ, വെള്ളിലം കാട്ടിലൊളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്തമായിട്ടുള്ള നാടക ഗാനങ്ങൾ. ഏതൊക്കെയാണ്? പൂക്കാര പൂത്തരുമോ, വെള്ളിലം കാട്ടിലൊളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടക ഗാനങ്ങൾ ആര് ആലപിച്ചതാണ്? കവിയൂർ പൊന്നമ്മ ആലപിച്ചതാണ്. അതുപോലെ KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് നാടകരംഗത്തെത്തുന്നത്. എന്താണ്? KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ നാടകരംഗത്ത് എത്തുന്നത്. തോപ്പിൽ ഭാസിയാണ്. അപ്പം എന്താണ്? തോപ്പിൽ ഭാസിയാണ് തൻ്റെ അഭിനയ കലയുടെ ഗുരുവായി കാണുന്നത്. കവിയൂർ പൊന്നമ്മ തൻ്റെ അഭിനയ കലയുടെ ഗുരുവായി കാണുന്നത് ആരെയാണ്? തോപ്പിൽ ഭാസിയാണ്. അതുപോലെ 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. അപ്പം എന്താണ്? 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. അതുപോലെ തന്നെ ജെ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് ആദ്യമായി എത്തുന്നത്. അപ്പം എന്താണ്? ജെ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അവസാനമായിട്ട് അഭിനയിച്ച ചിത്രം ഏതാണ്? അത് 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ഒരു ആന്തോളജി ഫിലിമാണ്. 2021 ഇറങ്ങിയ ആണും പെണ്ണും എന്ന ആന്തോളജി ഫിലിമിലാണ് അവസാനമായിട്ട് കവിയൂർ പൊന്നമ്മ അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കവിയൂർ പൊന്നമ്മയെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2024 വിയോഗങ്ങളും അനുബന്ധ വസ്തുതകളും അടങ്ങിയിട്ടുള്ള 3-ാമത്തെയും അവസാനത്തെയും വീഡിയോ ആണിത്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.